നാളെ ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇന്ന് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന തരത്തിലാണ് അവിടുന്ന് വിവരങ്ങൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലേക്ക് ഈ മൃതദേഹങ്ങളൊക്കെയും അത് ആ വിദ്യാലയത്തിലേക്ക് എത്തിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഈ ചെറിയ സ്കൂളിലെ LP സ്കൂളിലെ അധ്യാപകരെന്ന് പറയുമ്പോൾ അവർ എല്ലാത്തിനും വേണം, പഠിപ്പിക്കാൻ മാത്രം പോരാ, അങ്ങനെ എല്ലാത്തിനും അവരെ അമ്മമാരെന്നോണം നോക്കിയിട്ടുള്ള അധ്യാപകരാണ്. ആ അധ്യാപകരൊക്കെയും ജീവച്ഛവമായി തിരികെ വരുന്ന അതിദാരുണമായിട്ടുള്ള കാഴ്ചയായിരിക്കും. ഇപ്പോൾ തന്നെ ആ സ്കൂളിന് മുന്നിലേക്ക് ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട്. നേരത്തെ സ്ഥലം MLA ഒക്കെ അവിടെ എത്തിയിരുന്നു. അവിടുത്തെ മറ്റ് ക്രമീകരണങ്ങൾ, ഒപ്പം തന്നെ അവിടെ നിന്നുമുള്ള മറ്റു വിവരങ്ങൾ എന്താണ്? അക്ഷയ, ഇപ്പോൾ പൊള്ളാച്ചിയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ഇന്ന് രാത്രിയോട് തന്നെ പൂർത്തിയാകും. വൈകാതെ തന്നെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. പക്ഷേ നാട്ടിലേക്ക് അധ്യാപകരുടെ ഈ മൃതദേഹം അല്ലെങ്കിൽ അങ്ങനെ എത്തുക എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയായിരിക്കും. കാരണം ഈ നാടുമായി, പ്രത്യേകിച്ചും ഈ നാട്ടിലുള്ള ആളുകളുടെ ആ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളാണ്. പലരുടെയും വീടുകളിൽ പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. അവരൊന്നും ഇപ്പോഴും ഈ സംഭവത്തെക്കുറിച്ച് അറിയാത്ത വീടുകൾ വരെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊക്കെ അവർക്ക് ഇനി അറിയുന്ന സമയത്ത് ഈ നാട്ടിലേക്ക് ഇത്രയും ഈ കുട്ടികളുമായി വളരെ ആത്മബന്ധമുള്ള, ഈ നാടുമായി വളരെ ആത്മബന്ധമുള്ള അധ്യാപകർ ഇങ്ങനെ ജീവനറ്റ ശരീരവുമായി തിരിച്ചെത്തുന്നൊരു സാഹചര്യം അതിദാരുണമായിരിക്കും, ഒരു സങ്കടകരമായിരിക്കും നാട്ടിനെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഹെൽപ്പറായി സ്കൂളിൽ ജോലി ചെയ്യുന്ന സാജിദ, അവർ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളായിരുന്നു. വളരെ സജീവമായി ഈ തൊട്ടടുത്ത് അംഗൻവാടിയുണ്ട്, അംഗൻവാടിയുടെ പ്രവർത്തനം, സ്കൂളിൻ്റെ പ്രവർത്തനം, നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന ആളാണ്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് അല്ലേ? അങ്ങനെയല്ലേ സാജിദയെ കുറിച്ച് ഓർമ്മകൾ എങ്ങനെയാണ് അവരെ കുറിച്ച്? നല്ല സ്വഭാവമാണ്, നല്ല കൂളാണ്. എല്ലാ കുട്ടികളും, ചെറിയ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അവൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലും ആളെ തന്നെ ഏൽപ്പിക്കൽ. ഇപ്പോൾ ഈ ചെറിയ പിള്ളേരൊക്കെ ആളെ ഏൽപ്പിക്കൽ. കാരണം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യും. നല്ല സ്വഭാവമാണ്, തങ്കപ്പെട്ട ആളാണ്. സ്കൂളിൽ അത്രയും കുറച്ച് കാലങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുറേ കാലമായി. ഇപ്പോൾ അംഗനവാടിൻ്റെ കാര്യമായിക്കോട്ടെ, ഇപ്പോൾ ഈ സ്കൂളിൻ്റെതൊക്കെ എല്ലാം ആളെന്നെ നോക്കുന്നു. അവരൊറ്റക്കാണ് കുടുംബം നോക്കുന്നത്? അതെ, ഒറ്റക്കാണ്. ആൾക്ക് ഹസ്ബൻഡില്ല, ചെറിയ മോൻ മാത്രമേ ഉള്ളൂ. ആ മോനും ഇതേപോലെ കൂടെ ഉണ്ടാവും എപ്പോഴും എല്ലാത്തിനും. ആളെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പം ആ മോനും കൂടെ ഉണ്ടായിരുന്നു. അതെ അതെ. വീടിൻ്റെ നിർമ്മാണക്കാർക്ക് അതെ, ഇപ്പോൾ അടുത്തല്ല, കുറച്ചായി. പക്ഷെ ആൾ തനിച്ചാണ് എല്ലാം നോക്കിയിരുന്നത്. സ്കൂളിൻ്റെ വരുമാനം ഉപയോഗിച്ചാൽ? അതെ അതെ അതെ, നല്ല ആക്റ്റീവാണ് ആൾ. സ്കൂളിലെ ഹെൽപ്പറായി പ്രവർത്തിക്കുന്ന ആളെക്കുറിച്ച്, സാജിദ എന്നവരെക്കുറിച്ചാണ് പ്രദേശത്തുകാരൻ, തൊട്ടടുത്ത സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥി കൂടിയാണ്, അവർ പറയുന്നത്. അങ്ങനെ വളരെ ഹൃദ്യമായ ഓർമ്മകളാണ് ഈ അധ്യാപകരെക്കുറിച്ച് പങ്കുവെക്കാനുള്ളത്. അധ്യാപകരെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടോ? ഈ സ്കൂളിലെ അധ്യാപകരെക്കുറിച്ച് അറിയോ? എന്താണ്? ഉഷാറാണ്, എല്ലാം പഠിപ്പിക്കാനൊക്കെ ഉഷാറാണ്. സ്കൂൾ നോക്കാനൊക്കെ എല്ലാം ഉഷാറാണ് ടീച്ചറിൻ്റെ. കുട്ടികളാരെങ്കിലും? എൻ്റെ 2 മക്കൾ പഠിക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും. മൂത്തത് 4, ചെറുത് 1. അവരൊക്കെ അധ്യാപകർ പോയി 1-2 കൂടി ഉപയോഗിക്കുന്നവരുടെ കൂടെ. കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന കുട്ടികളുണ്ട്. കുട്ടികൾക്ക് എന്ത് പറയുന്നു? ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പിള്ളേർ അവരോട് പറഞ്ഞിട്ടില്ല, പിന്നെ ടീച്ചേഴ്സൊന്നും പറഞ്ഞിട്ടില്ല. ആകെ ടെൻഷനായിട്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ടവരായിരിക്കും. ടീച്ചേഴ്സിന് എല്ലാ കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ്. പിന്നെ സ്കൂളിൽ തന്നെ അവരെല്ലാം നോക്കുന്ന ടീച്ചേഴ്സാണുള്ളത്. പക്ഷെ എന്താ ചെയ്യുക, സ്കൂളിനോട് വലിയ ആത്മബന്ധമുള്ള ടീച്ചേഴ്സുമാരുണ്ട്. കുട്ടികൾക്കും അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കണം. എൻ്റെ കുട്ടി ഇപ്രാവശ്യം 5ാം ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ തന്നെ ടീച്ചേഴ്സിന് നല്ല ടെൻഷനുണ്ട്. ടീച്ചേഴ്സിന് കുട്ടി വിരിഞ്ഞിട്ടുള്ളേ ആ ടെൻഷനൊക്കെ എപ്പോഴും പറയുന്നോട്. ടീച്ചേഴ്സിന് നല്ല ഓർമ്മകൾ എപ്പോഴും പറയും. ഓർമ്മകളൊക്കെ പറയും. ഇപ്പം ഏറെക്കുറെ ഈ സ്കൂളിലെ ഏറെക്കുറെ അധ്യാപകരും അപകടത്തിൽപ്പെട്ടു. അതൊരു വലിയൊരു നാടിന് വലിയൊരു സങ്കടം തന്നെയാണ്. എന്ത് ചെയ്യും, താങ്ങാനാവില്ല. കാരണം എല്ലാവരോടും നല്ല കളിച്ച് ചിരിക്കുന്ന ടീച്ചേഴ്സായുള്ളത്. പക്ഷെ അവർ പോയി, അതുകൊണ്ട് കാര്യമില്ല. ഈ രീതിയിലാണ് കുട്ടികളുടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അവരുടെ രക്ഷിതാക്കളുണ്ട്. ആ നാട് സാക്ഷ്യം വഹിക്കുന്നത്, അതിന്റെ വേദനയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതികരിക്കണം, എന്ത് സംസാരിക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. അവരുടെയൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന, അവരെ പലരെയും പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരാണ്.